ലെബനനിലെ ഹിസ്ബുള്ളയുടെ 150 കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ കനത്ത ആക്രമണം. 12 കമാൻഡ് സെന്ററുകൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്നു തരിപ്പണമായി. 150 കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ വമ്പൻ റെയ്ഡ്. ഹിസ്ബുള്ളയുടെ അടിവേര് കൊണ്ടുള്ള ആക്രമണമാണ് ലെബനനിൽ ഇസ്രായേൽ സേന ഇപ്പോൾ നടത്തുന്നത്. 300ഓളം റോക്കറ്റുകളാണ് ഇസ്രായേലിനെതിരെ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഹിസ്ബുള്ള പ്രയോഗിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണം. 24 മണിക്കൂറിനിടയിൽ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചത് 300ഓളം റോക്കറ്റുകൾ. ആ റോക്കറ്റുകളിൽ ബഹുഭൂരിപക്ഷത്തിനെയും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയെങ്കിൽ ഹിസ്ബുള്ളക്കെതിരെ സംഹാര താണ്ഡവമാടുകയാണ് ഇസ്രായേലി സേന. ഹിസ്ബുള്ളയുടെ 150 കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേലിന്റെ കനത്ത ആക്രമണം ഉണ്ടായത്. വ്യോമാക്രമണവും പിന്നാലെ കരസേനയുടെ കുതിച്ചു കയറ്റവുമാണ് ലെബനനിൽ കാണുന്നത്. 12 ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകൾ, ആ കമാൻഡ് സെന്ററുകൾ വമ്പിച്ച വ്യോമാക്രമണത്തിലൂടെ തകർന്ന് തരിപ്പണമായി. കരയാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകൾ പലതും ഇസ്രായേൽ സേന പിടിച്ചെടുത്തു. വൻതോതിലുള്ള ആയുധങ്ങൾ, മെഷീൻ ഗണ്ണുകൾ, ബോംബുകൾ, റോക്കറ്റുകൾ, മിസൈലുകൾ, ഡ്രോണുകൾ അടക്കമുള്ള വൻ ആയുധ ശേഖരമാണ് ഹിസ്ബുള്ളയുടേത് ഇസ്രായേൽ പിടിച്ചെടുത്തത്. ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനുള്ള അവസാനവട്ട പോരാട്ടത്തിലാണ് ഇസ്രായേലി സേന. വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതം മൂളിയെങ്കിലും ആ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ പൂർണ്ണമായും കാലപുരിക്കയക്കാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ. 300 മിസൈൽ അയച്ച് ഇസ്രായേൽ എന്ന രാജ്യത്തിനെ തകർക്കാനാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ ഹിസ്ബുള്ള ശ്രമിച്ചത്. ഹിസ്ബുള്ളയുടെ മാരകമായ ആക്രമണമായിരുന്നു. ഹ്രസ്വ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ അതിർത്തി ഭേദിച്ച് ഇസ്രായേലിലെ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം തന്നെ ഹിസ്ബുള്ളയുടെ പുതിയ മേധാവി ഖയീം നസീം പറഞ്ഞത്, ടെല്ലവീവിലെ സാധാരണക്കാരെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കും, ടെല്ലവീവിനെ ഞങ്ങൾ കത്തിക്കും, ഇസ്രായേലിലെ സാധാരണക്കാരായ പൗരന്മാരെ ഞങ്ങൾ ഇതിന്റെ പ്രതികാരം ചെയ്യും, ആ പൗരന്മാർക്കെതിരെ തങ്ങൾ പ്രതികാരം ചെയ്യും എന്നൊക്കെയാണ്. അതിന് പിന്നാലെയാണ് 300 റോക്കറ്റുകൾ ഒരു ദിവസം ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ ഹിസ്ബുള്ള തൊടുത്തതാണ്. ആ 300 റോക്കറ്റുകളിൽ ഭൂരിഭാഗവും 95% ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി. ബാക്കിയുള്ള ഒറ്റപ്പെട്ട ചിലത് അപ്പർ ഗലീലി അടക്കമുള്ള മേഖലകളിലെ തുറസായ സ്ഥലങ്ങളിൽ വീണു. കാര്യമായ ഒരു കേടുപാടുകളും നാശനഷ്ടവും ഈ റോക്കറ്റ് ആക്രമണത്തിലൂടെ ഇസ്രായേലിനുണ്ടായില്ല. എന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയെ പച്ചയ്ക്ക് കത്തിക്കുകയാണ് ലെബനനിലെ ഹിസ്ബുള്ളയുടെ 150 കേന്ദ്രങ്ങളിലേക്ക് തുടരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു. തെക്കൻ ലെബനനിലും മധ്യ ലെബനനിലും ഇസ്രായേലി സേനയ്ക്ക് നേരെ ഇസ്രായേലി സേനയുടെ കരയാക്രമണം രൂക്ഷമായിരിക്കുന്നു. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്ത് വൻതോതിലുള്ള ആയുധങ്ങൾ ഇസ്രായേൽ സേന പിടിച്ചെടുത്തിരിക്കുന്നു. പിന്നാലെ ബെയ്റൂട്ടിലും അതുപോലെ മറ്റ് 12 ഇടങ്ങളിലും ഇസ്രായേലിന്റെ മാരകമായ വ്യോമാക്രമണം നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും സംഹരിക്കുകയാണ്. ഹിസ്ബുള്ള സംഹാരമാണ് ലെബനനിൽ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്.